ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഗേളി കെ കൂവക്കാട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് ഒരു അപകർഷാബോധം അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് ഒക്കെ നേരിടേണ്ടി വരുന്ന കുറേ സമയങ്ങളുണ്ട് നമ്മുടെ ഓരോ സിറ്റുവേഷനുകളിൽ. ഇപ്പോൾ ഒരു സ്ഥലത്ത് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അവളിതേ തടിച്ച് കൊഴുത്തിരിക്കണം, നല്ല തീറ്റയാണ്, ഭക്ഷണം കഴിച്ച് തടിച്ച് കൊഴുത്തിരിക്കണം. അന്നൊന്ന് ക്ഷീണിച്ചാലോ, അവളുടെ വീട്ടിൽ കഴിക്കാനൊന്നുമില്ലേ, അവളിതേ പട്ടിണി കിടന്ന് കണ്ടേ എല്ല് പോലെയായി. അല്ലെങ്കിൽ ആ പെണ്ണ് ആ ശരീരത്തിനെ മുഴുവൻ ഇങ്ങനെ പീഡിപ്പിക്കുകയാണ് ഒരു ഭക്ഷണം കഴിക്കാണ്ട്. എന്തൊരു ആൾക്കാർ ഇങ്ങനെ പിശിക്കണം, അവൾക്ക് പിശിക്ക്, അതുകൊണ്ടാണ് അവളൊരു ഭക്ഷണം പോലും കഴിക്കാത്തത്. പെണ്ണ് എന്തുട്ടെ കാട്ടിയെടുക്കണം. ഈ രണ്ട് രീതിയിലും നേരിടേണ്ടി വരും സമൂഹത്തിൽ നിന്ന്. നന്നായാലും കുറ്റം, ക്ഷീണിച്ചാലും കുറ്റം, അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ നടന്നാലും കുറ്റം, എങ്ങനെ പോയാലും കുറ്റം. അത് കുറേ ആളുകൾ ഇങ്ങനെ ഇതിന് വേണ്ടി പറയാൻ വേണ്ടി തന്നെ ഇരിക്കണ കുറേ ആളുകളുണ്ട്. ഇത് കേൾക്കുമ്പോൾ എങ്ങനെയാണ്, ഇത് 2-3 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഇവർ കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ ആളുകൾ എന്നെ കാണാൻ ഭംഗിയില്ല, ഞാൻ തടിച്ചിരിക്കണം, കണ്ണാടിയിൽ നോക്കും, കൊള്ളൂല എന്നെ കാണാൻ. ആൾക്കാരൊക്കെ ഈ പറയണതൊക്കെ ശരിയായിരിക്കും. പിന്നെ അത് മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ട് പിന്നെ ഡിപ്രഷൻ, പിന്നെ അതുപോലെ തന്നെ ടെൻഷനുകൾ, പിന്നെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള തടി കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യണു, അല്ലെങ്കിൽ തടി വെക്കാനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യണു. അങ്ങനെ ആ ഒരു രീതിയിൽ അവരുടെ ഒരു മെൻ്റലി എഫക്റ്റ് ചെയ്യാണ് ഈ കാര്യങ്ങൾ. പിന്നീട് അവർക്ക് ഒരു കാര്യത്തിലും പറഞ്ഞ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോൾ ഒരു 10-15 പ്രാവശ്യം ഇട്ട് കൊടുക്കേണ്ടി വരും. ഭംഗിയുണ്ടോ, ഇങ്ങനെ ചിന്തിച്ച് അവരുടെ മൈൻഡ് ഫുൾ അതായി മാറാണ്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സമൂഹം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ ഭംഗിയുള്ളവരെ ഒരു കാറ്റഗറി ആയിട്ട് അവർ ഇങ്ങനെ ചിത്രീകരിച്ച് വെച്ചേക്കാണ്. നമ്മൾ പല പരസ്യങ്ങളിലും കണ്ടിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു കറുത്ത ഒരു വ്യക്തിനെയോ അല്ലെങ്കിൽ നല്ല തടിയുള്ള വ്യക്തിനെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴും നല്ല സ്ലിമ്മായിട്ട്, അല്ലെങ്കിൽ ഈ ഭംഗി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കളറിലല്ല, ആ ആളുടെ മുഖത്തെ ഒരു മുഖഭംഗിയുണ്ട്, അത് നോക്കണം നമ്മൾ. അത് അല്ലെങ്കിൽ പിന്നെ അയാളുടെ ശരീരത്തിൻ്റെ ഓരോ രീതിയിൽ അയാളുടെ കഴിവുകളാണ് നോക്കണം, അല്ലാണ്ട് ശരീരമല്ല നോക്കേണ്ട ഒരു വ്യക്തിയുടെ. നമ്മുടെ സമൂഹം നോക്കുന്നത് ശരീരമാണ് നോക്കണം. ശരീരം ഒരു കല്യാണാലോചന വന്നു, ഒരു കറുത്ത പെണ്ണിനാണ് കല്യാണം കഴിക്കണമെങ്കിൽ പിന്നെ പറയും അവന് കിട്ടിയത് ഒരു കറുത്ത പെണ്ണിനെയാണ്. അല്ല മുടി കുറവാണെങ്കിലോ അവന് മുടിയില്ലാത്തൊരു പെണ്ണിനെ കിട്ടിയേ. പക്ഷെ ആ പെണ്ണിന് ചിലപ്പോൾ നല്ല കഴിവുകളുള്ള പെണ്ണായിരിക്കാം, നല്ല ബുദ്ധിയുള്ളതായിരിക്കും, നല്ല വിദ്യാഭ്യാസം ഉള്ളതായിരിക്കാം, നല്ല ആക്റ്റീവായ ഒരു പെങ്കൊച്ചായിരിക്കാം. പക്ഷെ അതൊന്നും ആൾക്കാർ നോക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ആൾക്കാർ നോക്കുള്ളൂ. എപ്പോഴും ഒരു വ്യക്തിനെ ഒരു ചിത്രീകരിച്ച് വെച്ചേക്കാണ്. ഇതാണ് നെഗറ്റീവ്, ഒരു പെണ്ണിൻ്റെ നെഗറ്റീവുകൾ, ഇതാണ് ഒരു പെണ്ണിൻ്റെ പോസിറ്റീവുകൾ എന്ന്. ആ ഒരു ലോകം മാറി തുടങ്ങി. ഇപ്പോൾ പ്ലസ് സൈസ് മോഡലുകൾ വന്നു തുടങ്ങി. പിന്നെ കറുത്ത ആളുകളെ പരസ്യങ്ങളിലേക്ക് ഇപ്പോൾ കയറ്റി തുടങ്ങി പുതിയ തലമുറയിൽ. നിങ്ങൾ എന്തിനാണ് ഞാൻ പറയണത്, ഇപ്പോൾ പല സിനിമകളിലും അഭിനയിക്കാൻ ചെല്ലണമെങ്കിൽ കളറ് കുറവാണെങ്കിൽ അവർ പറയേണ്ട ഇഷ്ടത്തിനൊക്കെ നിന്ന് കൊടുക്കേണ്ട സിറ്റുവേഷനുകൾ വന്നു. അപ്പോൾ അല്ലെങ്കിൽ പറയാം നിന്നെ കാണാൻ എന്ത് ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നിനക്ക് എന്ത് സിനിമയിലേക്ക് എന്ത് ഇതുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കണത്. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മാറാണ്ട് നിങ്ങൾ തുറന്ന ചിന്താഗതിക്കാരാവുക. ഇപ്പോൾ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഇവർ നല്ല കളറുള്ള വ്യക്തികളാണ് യൂറോപ്യർ. പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ കളറാണ്, കറുത്ത കളറ്, ഇന്ത്യാനികളുടെ കളറ്, അതുപോലെ തന്നെ ആഫ്രിക്കക്കാരുടെ കളറ്. അതിനോടാണ് അവർക്ക് ഇഷ്ടം. കാരണം എന്തെന്ന് പറഞ്ഞാൽ അതൊരു ഭംഗിയായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടിൽ അത് ഭംഗിക്കേടായിട്ട് കാണുന്നു. അങ്ങനെയുള്ള ചിന്താഗതി മാറ്റുന്നേ. ഇനി വളർന്നു വന്ന സമൂഹം അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കണ കാലം തുടങ്ങി കുട്ടികൾ കേട്ട് അവൻ കറുത്തതാണ്, അല്ലെങ്കിൽ അവനെ കാണാൻ ഭംഗിയില്ല, ഇങ്ങനെ പിള്ളേരുടെ മനസ്സിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കില്ലേ. നിങ്ങളുടെ സൗന്ദര്യം, ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവൻ്റെ കളറോ അവൻ്റെ രൂപമോ ഇതൊന്നല്ല ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവനിലുള്ള കഴിവുകൾ, അവനിലുള്ള മനസ്സ്, അതാണ് അവൻ്റെ സൗന്ദര്യം, ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. കുറേ പേർക്ക് അതിപ്പോഴും മനസ്സിലാക്കാൻ അവർ ശ്രമിക്കണില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ സമൂഹത്തിൽ എന്തോരം ആക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നുള്ളൂ. ഈ പറഞ്ഞോണം ടിക്ടോക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുമ്പോഴായാലും എനിക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട് കറുത്തിരിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എത്ര ഫിൽറ്റർ ഇട്ടാലും ഞാൻ വെളുക്കില്ല കേട്ടോ, അത് വേറെ കാര്യം. ഒരു പരിധിയില്ല ഫിൽറ്ററിനൊക്കെ. അപ്പോൾ ഈ ആൾക്കാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് എൻ്റെ ഈ ചെവിക്കൂടെ കേട്ട് ആ ചെവിക്കൂടെ കളയും. പിന്നെ പറയേണ്ട കാര്യങ്ങൾക്ക് അപ്പം തന്നെ മറുപടി കൊടുക്കും. ഈ കളറെന്ന് ഉദ്ദേശിക്കണത് ഇവരുദ്ദേശിക്കണത് നല്ല വെളുവെളുന്ന് അതൊന്നല്ല. ഒരു ഭംഗിന്ന് ഉദ്ദേശിക്കണത്, ഭംഗി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവനൊരു പുഞ്ചിരി തരാണെങ്കിൽ അതൊരു ഭംഗിയാണ്. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ
എന്താ പറയുക, നമ്മുടെ മുഖത്ത് നോക്കി ഒരു വ്യക്തി സന്തോഷിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം. ആ ഒരു നമുക്ക് സന്തോഷിപ്പിക്കാനുള്ള ഒരു കഴിവ്, അതാണ് നമ്മുടെ സൗന്ദര്യം എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്, മറ്റുള്ളവരെ സഹായിക്കാനൊരു മനസ്സുണ്ടോ, അതാണ് നമ്മുടെ സൗന്ദര്യം. അല്ലാണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഭംഗിയുള്ളതാണെങ്കിലും കളറുള്ളതാണെങ്കിലും അതൊക്കെ പോവാനായിട്ട് നിമിഷം നേരം മതി. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും പോവില്ല. മനസ്സിലായി? നമുക്ക് മനസ്സിലുള്ള നന്മകൾ അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർത്താം. ഒരുവിധം ആളുകളെ ഈ പറഞ്ഞോണം മോശമായിട്ടുള്ള രീതിയിൽ കാണാണ്ടിരിക്കുക. പിന്നെ ഉള്ള കുറേ ആൾക്കാർക്കുള്ള കോംപ്ലക്സ് മാറ്റി വയ്ക്കുക. ഞാൻ കറുത്തതാണ്, അതുകൊണ്ട് ഞാൻ ഈ കളർ ഇട്ടാൽ ഭംഗി ഉണ്ടാവില്ല. നിങ്ങളിടുന്നേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ നിങ്ങളിടുന്നേ. അതിന് ഒരു ഭംഗിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നി തുടങ്ങാണ് ഞാൻ സുന്ദരിയല്ലെന്ന് തോന്നി തുടങ്ങണം. അവിടെ തോറ്റു നമ്മൾ. പിന്നെ നമ്മളവിടെ അധംപതിച്ച് കഴിഞ്ഞു. നമ്മുടെ മനസ്സിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണം, ഞാൻ സുന്ദരിയാണ്, ആരെന്തൊക്കെ പറഞ്ഞോട്ടെ, എനിക്ക് ഉള്ള സൗന്ദര്യം എനിക്കുണ്ട് എന്നുള്ളൊരു ചിന്താഗതി വന്ന് നോക്കിയേ. നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ച് നോക്കിയേ. നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഒരു കണ്ണാടിയിൽ നോക്കി കുറച്ച് നേരം നമ്മുടെ മുഖം ഒന്ന് ആസ്വദിച്ച് നോക്കിയേ. നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല. നമ്മൾ പലപ്പോഴും വല്ല സിനിമാ നടിമാരെയോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ ഭംഗിയാണ് നമ്മൾ ആസ്വദിക്കുന്നത്. നമ്മളെപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഭംഗി എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ കണ്ണാടിയിലൊന്ന് നോക്കി നോക്ക്, നമുക്കൊന്ന് ചിരിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ബാഹ്യമായതൊന്നുമല്ല, ആന്തരികമായതാണ് ഞാൻ പറയുകയാണെങ്കിൽ. ഇപ്പം നമ്മുടെ ആ ഒരു സൗന്ദര്യം എന്താണെന്ന്, ഇപ്പം നമുക്ക് പാട്ട് പാടാനായിരിക്കാം, ഡാൻസ് കളിക്കാനായിരിക്കാം, പിന്നെ അല്ലെങ്കിൽ ആക്ടിങ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പോർട്സിലായിരിക്കാം, അതൊന്നുമല്ല പാചകമായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ഇപ്പം തയ്ക്കാനായിരിക്കാം. നമ്മുടെ എല്ലാം സൗന്ദര്യം അതിലാണ്. നമ്മൾ ആ ഒരു കഴിവ് നമ്മുടെ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്താം. അത് കണ്ടെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാക്കി എല്ലാം വരുമെന്ന് നമ്മുടെ പുറകെ നമുക്ക് ആഗ്രഹിച്ചതൊക്കെ നേടാനും പറ്റും ഈ ലോകത്ത്. ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ നമ്മുടെ ആ ഒരു കഴിവ് നമ്മൾ മെച്ചപ്പെടുത്തി സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ടെന്നേ ഒരാളെ ആശ്വസിപ്പിക്കാൻ പറ്റാറുണ്ടോ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗന്ദര്യം. എനിക്ക് പലപ്പോഴും, ഞാൻ പറയട്ടെ, എനിക്ക് പല കൂട്ടുകാരത്തിമാർ എനിക്കുണ്ട്. പലപ്പോഴും അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ലൈഫിൽ എന്താ പറയുക, ഒരു വലിയൊരു ആ സമയത്ത് ചിലപ്പോൾ ഒരു ദുഃഖം വന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടെന്ന് ചിന്തിക്കുന്ന സമയത്തായിരിക്കും 2 വാക്ക് പറഞ്ഞെന്ന് നമ്മൾ ആശ്വസിപ്പിക്കുമ്പോണ്ടല്ലോ, അത് അവരുടെ സൗന്ദര്യമാണ്. അല്ലാണ്ട് ബാഹ്യമായ സൗന്ദര്യങ്ങളുടെ പുറകെ പോകരുത്. അത് ഏത് നിമിഷം അസ്തമിക്കാം. ഇതൊന്നും അസ്തമിക്കില്ല. നമ്മുടെ ഈ കഴിവുകൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മളുള്ള വിദ്യാഭ്യാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ സൗന്ദര്യത്തിൽ വരുമ്പോൾ അതൊന്നും അസ്തമിക്കാത്ത കാര്യങ്ങളാണ്. അതിൻ്റെ പുറകെ പോവാം. നമ്മുടെ കഴിവുകൾ നമ്മൾ നേടിയെടുക്കുക. ആദ്യം നമ്മളൊന്ന് കണ്ണാടിയിലേക്ക് നോക്കാം. നമുക്ക് എന്താണ് ദൈവം തന്ന കഴിവുകൾ, അത് നമ്മൾ കണ്ടെത്തുക. അതിനു വേണ്ടി നമ്മൾ മാക്സിമം പരിശ്രമിക്കാം. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. നല്ലൊരു ദിവസം. അപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.